ഇന്ന് ഫെബ്രുവരി 9 ഈ വരുന്ന ആഴ്ചയിലെ പ്രധാന OTT റിലീസുകൾ ഇടാമുയർച്ചി മാർക്കോ OTT അപ്ഡേറ്റുകളെല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട മലയാളം OTT റിലീസാണ് മാർക്കോ. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മികച്ച അഭിപ്രായം നേടിയ 115 കോടി ബിസിനസ് കളക്ഷൻ കടന്ന വയലൻസ് ആക്ഷൻ ത്രില്ലർ ചിത്രം സോണി ലിവിയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി 14 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ്. എന്നാൽ അതിനു മുന്നേ ഫെബ്രുവരി 13 വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പം വേണമെങ്കിലും സിനിമ സോണി ലിവിയുടെ OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. പോസിറ്റീവ് ഡീസന്റ് അഭിപ്രായങ്ങൾ നേടിയ രവി മോഹനും നിത്യ മേനോനും ചേർന്ന് അഭിനയിക്കുന്ന റൊമാന്റിക് ഫീൽ ഗുഡ് തമിഴ് ചിത്രമാണ് കാതലിക്ക നേരമില്ലേ. സിനിമ നാളെ രാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ആമസോൺ പ്രൈമിന്റെ ബ്രിട്ടീഷ് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് മൈ ഫാൾട്ട് ലണ്ടൻ. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 13 ഉച്ചയോടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. ബാച്ചിലേഴ്സ് എന്നൊരു മലയാളം മിസ്റ്ററി ത്രില്ലർ ചിത്രം യൂട്യൂബിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം മൂവീസ് TV എന്ന ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ലവ് ഫോർ സെയിൽ എന്നൊരു മലയാളം റൊമാന്റിക് ചിത്രവും ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദി ഭാഷയിൽ നിന്നും ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത ചിത്രമാണ് ദ മെഹ്ത ബോയ്സ്. ഈ ഫാമിലി ഡ്രാമ ചിത്രം ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ ലഭ്യമാണ്. നീരജ് മാധവ്, അജു വർഗീസ് ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന പുതിയ റൊമാന്റിക് ഡ്രാമ കോമഡി മലയാളം സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. സീരീസ് ഫെബ്രുവരി 28 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിലും 7 ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. മധുരൈ പയ്യനും ചെന്നൈ പൊന്നും എന്ന പുതിയ തമിഴ് സീരീസ് വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 14 തമിഴ് ഭാഷയിൽ ആഹാ തമിഴിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. യാമി ഗൗതം നായികയാക്കുന്ന ധൂം ധാം എന്ന പുതിയ ആക്ഷൻ കോമഡി റൊമാന്റിക് ഹിന്ദി ചിത്രവും വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 14 ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പരമാൻ എന്നൊരു തമിഴ് ഡ്രാമ ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ തലകോണ എന്നൊരു ആക്ഷൻ അഡ്വഞ്ചർ തെലുങ്ക് ചിത്രവും മര്യാദ പ്രശ്ന എന്നൊരു കന്നഡ ഡ്രാമ ചിത്രവും സിംഹ ഗുഹ എന്നൊരു മിസ്റ്ററി ക്രൈം കന്നഡ ചിത്രവും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. പുതിയ ഹിന്ദി റൊമാന്റിക് ചിത്രമാണ് ബോബി ഓർ ഋഷിക്ക് ലവ് സ്റ്റോറി. ചിത്രം നാളെ രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 11 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ ഡയറക്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. പ്യാർ ടെസ്റ്റിംഗ് എന്നൊരു ഹിന്ദി റൊമാന്റിക് കോമഡി സീരീസ് ഫെബ്രുവരി 14 ZEE5 ഹിന്ദി ഭാഷയിൽ ലഭ്യമാകുന്നതാണ്. അമേരിക്കൻ റൊമാന്റിക് കോമഡി ചിത്രമാണ് ലാ ഡോൾസ് വില്ല. സിനിമ ഫെബ്രുവരി 13 ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയോടെ OTT റിലീസ് ചെയ്യും. കോബ്ര കായ് എന്ന മാർഷൽ ആക്ഷൻ അമേരിക്കൻ സീരീസിന്റെ 6ാമത്തെ സീസന്റെ 3ാമത്തെ ഭാഗവും ഫെബ്രുവരി 13 ഉച്ചയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നന്ദമുരി ബാലകൃഷ്ണയുടെ മികച്ച അഭിപ്രായം നേടിയ തിയേറ്ററിൽ വിജയിച്ച ഡാക്കു മഹാരാജ് എന്ന മാസ് ആക്ഷൻ തെലുങ്ക് ചിത്രം ഈ ആഴ്ചയിലെ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഫെബ്രുവരി 9 സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. ഏതായാലും സിനിമ ഇന്ന് ഫെബ്രുവരി 9 OTT റിലീസ് ചെയ്തിട്ടില്ല. പകരം ഈ ആഴ്ചയിലെ വരും ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. 2-3 ദിവസത്തിനുള്ളിൽ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടേക്കാവുന്നതാണ്. അജിത്ത്, അർജുൻ ഷാർജ, തൃഷ കൃഷ്ണനൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ 150 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ 100 കോടി കളക്ഷൻ പിന്നിട്ട തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിടാമുയർച്ചി. നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായിട്ട് സിനിമയുടെ പാൻ-ഇന്ത്യൻ ഭാഷകളിലുള്ള OTT റിലീസ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളതാണ്. സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ തിയേറ്റർ റിലീസിന് ശേഷം 4 ആഴ്ചകൾക്ക് ശേഷമോ അല്ലെങ്കിൽ 6 ആഴ്ചക്കുള്ളിലോ ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് നിലവിലത്തെ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ സിനിമ മാർച്ച് 5-നും മാർച്ച് 20-നും ഉള്ളിലായിട്ടായിരിക്കും OTT റിലീസ് ചെയ്തേക്കുക.